നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതുപോലുള്ള നിന്റെ അഭ്യാസ പ്രകടനമൊന്നും വേണ്ട കേട്ടോ. അയ്യോ അങ്കളെ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. കല്യാണം കഴിഞ്ഞതോടെ ഞാൻ അങ്ങ് ഒതുങ്ങിപ്പോയി അങ്കളെ. അമ്മാതിരി ഒരു മുതലിനെയല്ലേ വിഷ്ണുവേട്ടനും ശാലിനിയും കൂടെ എനിക്ക് കണ്ടുപിടിച്ചു തന്നത്. ഹോ, അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ എനിക്ക് സമയമില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ? അതുകൊണ്ടല്ലേ ഇത്രയും സ്നേഹമുള്ള നിങ്ങളെ പോലും കാണാൻ എനിക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. ആ ശരി, നീ പോയി എവിടെയാണ് നിൽക്കാൻ നോക്കോ. ശരി. ശാരികെ വന്നേ. വിഷ്ണുട്ടൻ എന്തേലും പറഞ്ഞോ? പേരും കള്ളിന്ന് വിളിച്ച് നിന്നെ തന്നെ അടി. ആ, ഞാനാണോ പെരുങ്കള്ളി? അതോ ഈ ഇരിക്കുന്നവളോ? ഗർഭമില്ലാതെ സീമന്ത ചടങ്ങ് നടത്തുന്നതേ നിങ്ങളുടെ ഭാര്യ. ഭാമേ, ചടങ്ങ് എടുക്കട്ടെ. മോളെ ശരിയേ, നീ വന്നേ. വാ വാ. നിക്ക്. സുസ്മിതേ, ആന്റി വിളിക്കുന്ന എനിക്ക് അറിയായിരുന്നു. എന്താ ആന്റി? എന്താ നീ പറഞ്ഞത്? ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ പോവായിരുന്നു ആന്റി. വിഷ്ണുവേട്ടൻ എന്നെ പ്രകോപിപ്പിച്ചോണ്ടാ ഞാൻ. എന്താ നീ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചേ. വിഷ്ണുവേട്ടൻ എന്നെ പെരുങ്കള്ളിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനിയാ പെരുങ്കള്ളിന്ന്. അതിനിടയിൽ നീ വേറെന്തോ പറഞ്ഞു. ഭാമേ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇവിടെ ഇപ്പൊ ചടങ്ങ് എടുക്കട്ടെ. ഇപ്പോ അതറിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യമുള്ള രാഘവേട്ട. പറ. പറഞ്ഞല്ലോ ആന്റി, ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നിന്നോട് പറയാനാ ഞാൻ പറഞ്ഞത്. പ്രഗ്നന്റ് അല്ലാതിരുന്നിട്ടും പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് സീമന്തം നടത്തുന്നവളേക്കാ പെരുങ്കള്ളി ആരാണെന്നാ ഞാൻ ചോദിച്ചേ. ആരാടി ഇവിടെ പ്രഗ്നന്റ് അല്ലാതെ സീമന്തം നടത്തുന്നേ? ആന്റിയുടെ മരുമകള് ശാലിനി തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടോ അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ അവനെ അഭിനന്ദിക്കണോ? കേട്ടില്ല താൻ? ആതിരെ വേണമെങ്കിൽ അവൻ ഡിവോഴ്സ് ചെയ്യാന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന അവനോട് ഞാൻ സ്നേഹത്തിൽ സംസാരിക്കണോ? വാത്സല്യത്തോടെ പെരുമാറണോ? ആദ്യം ഞാൻ പറയുന്ന സച്ചേട്ടൻ ഒന്ന് കേക്ക്. ഇത്രയും നാൾ ഇന്ന് രാവിലെ വരെ സന്ദീപ് ഇങ്ങനെ ആയിരുന്നോ? ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും മാസങ്ങളെ ആയിട്ടുള്ളൂ. സച്ചേട്ടൻ കുഞ്ഞിലെ മുതലേ അവനെ കാണുന്നതല്ലേ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സന്ദീപിനെ ഈ അവസ്ഥയിൽ സച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല, എനിക്കറിയാതെ. അർച്ചന, അവൻ പറഞ്ഞു കേട്ടില്ലേ, അനഘയുടെ ജീവൻ വെച്ചൊരു പരീക്ഷണം നടത്താൻ അവന് വയ്യെന്ന്. അനഘ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് ഇവന്റെ ആതിരയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം അവൾ അറിയാത്തതുകൊണ്ടാ. അതറിയുമ്പോ അവൾ വീണ്ടും ചിലപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നിരിക്കും എന്ന് കരുതി
അത് പേടിച്ചിട്ട് ബാക്കി നടന്ന കാര്യങ്ങൾ മുഴുവൻ മറന്നൊരു തീരുമാനം എടുക്കുകയാണോ ഇവൻ ചെയ്യേണ്ടത്? അച്ഛനോടെല്ലാം ഏറ്റുപറഞ്ഞ് അതിനൊരു സൊല്യൂഷനല്ലേ കാണേണ്ടത്? ചിലപ്പോ അതിന് പറ്റുന്നൊരു സാഹചര്യത്തിലല്ല അവനുള്ളതെങ്കിലോ? ഇന്ന് രാവിലെ നിന്ന നിൽപ്പിൽ അവന്റെ മനസ്സ് മാറിയെങ്കിൽ അത് അവന്റെ മാത്രം ആലോചനയിൽ വന്ന ഒന്നല്ല. എനിക്ക് ഉറപ്പുണ്ട് സന്ദീപ് ഒറ്റയ്ക്ക് വേഗം എല്ലാം മറന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല. ആ അജയൻ സന്ദീപിനെ കെട്ടിയിട്ട് തല്ലിയപ്പോ പോലും, മരിക്കുമെന്ന അവസ്ഥയിൽ പോലും ആതിരെ ഇഷ്ടമില്ലെന്നൊരു വാക്ക് അവന്റെ നാവിന്ന് വന്നിട്ടില്ല. ഇന്നവൻ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന് രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല. അവനെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അനഘയുടെ കാര്യം മാത്രം പറഞ്ഞായിരിക്കില്ല. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവൻ വെച്ചുള്ള ചെറുതല്ലാത്തൊരു ബ്ലാക്ക്മെയിൽ. അവൻ ആരോടൊന്നും പറയാത്തതാ. എന്നോട് ഇതേപ്പറ്റി അവൻ രാവിലെ പറഞ്ഞിരുന്നു. അവനാരോ വിളിച്ചിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും. പക്ഷേ ഞാനത് ഇവനാരോ പറ്റിക്കാൻ ചെയ്തതാണെന്ന് കരുതി നിസ്സാരമാക്കിയെടുത്തു. പക്ഷേ അതത്ര നിസ്സാരമാക്കി എഴുതി തള്ളാൻ പറ്റിയൊരു കോളല്ല സച്ചേട്ടാ. എങ്കിലതവൻ എന്നോട് പറയണ്ടേ? അതിന് പരിഹാരം ഞാൻ കാണില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താ സംഭവം? അയ്യോ, അതൊന്നും വേണ്ട. ചോദിച്ചാ അവനത് പറയാനും പോകുന്നില്ല. അവൻ അത്രയ്ക്ക് ഭയപ്പെടുന്നുണ്ട്. എനിക്കിപ്പോഴും ഇതൊക്കെ വിശ്വസിക്കാൻ പാടാണ്. ഈ നാട്ടിൽ എന്താ പോലീസൊന്നുമില്ലേ? അതും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പേടിക്കാൻ മാത്രം എന്താ? അവനത് തന്നോട് വെറുതെ പറഞ്ഞതാവും. അനഘയുടെ ആത്മഹത്യാ ശ്രമവും അതുമൂലം ഉണ്ടായ പ്രശ്നവും കാരണം അവൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. പണ്ടേ എന്തെങ്കിലും ചെറിയ കാര്യം മതി അവന് വിറയിൽ വരാൻ. അതാണ് നമ്മുടെ പ്രശ്നവും അവരുടെ വിജയവും. വിളിക്കുന്നവർക്കും ഭയപ്പെടുത്തുന്നവർക്കും അറിയാം ഇത് സന്ദീപ് വഴി ചെയ്താലേ അവരുടെ ആവശ്യം നടക്കൂന്ന്. ഈ വീട്ടിൽ വേറെ ആരെ വിളിച്ചാലും ആരും ഗൗരവത്തിലെടുക്കാത്തൊരു വിഷയം സന്ദീപിലൂടെ ഗൗരവമാക്കി അവനെ ഭയപ്പെടുത്തി നിസ്സാരമായി അവര് സാധിച്ചെടുക്കും. ഇതുവരെയുള്ള അവരുടെ കണക്കൂട്ടില് എല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ താൻ പറയുന്ന പോലാണെങ്കിൽ ആരായിരിക്കും? കൃത്യമായി തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉറപ്പിക്കാനാവില്ല. എങ്കിലും ഒന്നു മാത്രം അറിയാം, ഈ വീടിനെ കുറിച്ചും ഇവിടെ ഉള്ളവരെ കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ഇതിന് പിന്നിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗയെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചവനാണല്ലോ. ഇവരുടെ തമ്മിൽ സുഹൃത്തുക്കളാണ്. വേഗം ചെല്ലും മഹിയേട്ട. ചെന്ന് അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്ക്. അവനെ കൊണ്ട് സത്യമെല്ലാം പറയിക്ക്. നകുലിന്റെ തനി നിറം എല്ലാവരും തിരിച്ചറിഞ്ഞ ഈ വിവാഹം മുടങ്ങും. വേഗം ചെല്ലും മഹിയേട്ട. അപ്പെല്ലാം വരുന്നുണ്ട്. വേഗം നോക്കാം. ആരാ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? ആ, അത് എനിക്കറിയാത്ത ഒരാളാ. മഹിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുകയായിരുന്നു. അയാൾ എന്റെ സുഹൃത്തൊന്നുമല്ല. അല്ലേ? പിന്നെന്തിനാ മഹിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടത്? മഹിയേട്ട, അവൻ നുണ പറയുന്നതാ. അത് അവന്റെ ആള് തന്നെയാ. മഹിയേട്ടാ, മുഹൂർത്തത്തിന് സമയമായി. അകത്തേക്ക് വാ. നകുലും ഇവിടെ നിൽക്കുകയാണോ? രണ്ടുപേരും അകത്തേക്ക് വാ. എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. വാ.
അകത്തേക്ക് പോയാലോ? നിന്നെ ഇനി ഞാൻ വിടില്ലടാ. എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? മഹിയേട്ടനെയും നകുലിനെയും വിളിച്ചില്ലേ രാഹുലെ? വിളിച്ചു, അവർ വരുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് വേഗം വാ. നിങ്ങൾ മണ്ഡപത്തിൽ വന്ന് ഇരുന്നിട്ട് വേണം താലം എടുത്ത് കല്യാണ പെണ്ണിനെ കൊണ്ടുവരാൻ. ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. മഹിയേട്ടാ, ഒന്ന് വേഗം വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കതർ മണ്ഡപത്തിൽ കയറാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലടി. രക്ഷിക്കണേ മോളെയോ. എന്നെ കൊല്ലാൻ വരുന്നേ, രക്ഷിക്കണേ. അയ്യോ മോളെ, നിനക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ലെന്ന്. നീ വേഗം ഇരിക്ക. എന്താ ഇതൊക്കെ? കല്യാണം മുടക്കാൻ ഓരോരുത്തർ ചെയ്യുന്ന വേലകളാ. മോൻ അതൊന്നും കാര്യാക്കണ്ട. ശ്രേയ ഇരിക്ക.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജുവും സ്വാതിയും എഴുന്നേറ്റിട്ടില്ലെന്നാ തോന്നേ. രാജുവേട്ടൻ കിച്ചന് ചായ കൊണ്ട് കൊടുത്തേ. അവനൊന്ന് അടങ്ങി ഒന്നിങ്ങിരുന്നാ മതിയായിരുന്നു. പല്ല് തേക്കും ബാത്റൂമിൽ പോവുകയൊക്കെ വേണ്ടേ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. റിങ്ങുന്നുണ്ട്. ദിനേശേട്ടാ, എന്താ അവിടുത്തെ വിശേഷങ്ങൾ? ടെൻഷൻ അടിച്ച് ഞങ്ങളൊരു പരുവത്തിലായി. ഇവിടെ ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ അങ്ങ് കൊണ്ടുപോയി. രാജുവേട്ടനെ കൂടെ കൊണ്ടുവന്നത് നന്നായി. പിന്നെ മനയിന്ന് ഗോവിന്ദ ഡോക്ടർ എത്തിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരുന്നത്? എന്റെ അമ്മു, നിനക്കറിയാലോ, അധിക സമയം അവിടെ ചെലവഴിക്കാൻ പറ്റില്ല. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയാലുടൻ നേരെ അങ്ങോട്ടേക്ക് വരും. ദിനേശേട്ടൻ ടെൻഷനൊന്നും അടിക്കാതിരിക്കാൻ. നിങ്ങൾ തിരിച്ചെത്തുന്നവരെ എന്റെ ടെൻഷൻ തീരില്ല. എന്നാ ശരി, അമ്മ വെച്ചോ. ശരി. രാവിലെ അവിടെ വിട്ട് പോകേണ്ടതിന് പകരം ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി പോയിരിക്കുക. അയ്യോ, കൂടെ ശ്രീകുട്ടി ഉണ്ടാവില്ലേ? അവരെല്ലാം ചേർന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ലച്ചുവിനെ സഞ്ജുനെ നാട്ടുകാർ കണ്ട എന്താ അവസ്ഥ? ഒരിക്കലും ഞാൻ ആ നാട്ടിൽ പോയപ്പോഴുള്ള അനുഭവം വെച്ച് പറയാ ദിനേശേട്ടാ, ഇത് കുഴപ്പത്തിലോട്ടാ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കിച്ചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ ഫോൺ സൈലന്റ് മോഡിലാണെന്ന് അറിയില്ല ലച്ചു. റിംഗ് ചെയ്യുന്ന കേട്ടാലല്ലേ അവന് ഫോൺ എടുക്കാൻ പറ്റൂ. അവന് ഉറക്കമില്ലാതെ മറ്റെന്ത് ജോലി അവിടെ ഉള്ളത്? അവിടെ വെച്ച് ഞാൻ കണ്ടതാ. കിച്ചൻ സദാ നേരവും ഫോൺ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. എനിക്കെന്തോ പേടി തോന്നുന്നു. ഇതിലത്ര പേടിക്കാൻ എന്താ ഉള്ളത്? ലച്ചു ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. എന്താ ഒരു സംസാരം? ഞാൻ കേൾക്കുന്നതിൽ പ്രശ്നമുണ്ടോ? നമ്മളൊരു ദിവസം
തച്ചിലെടുത്ത് കഴിഞ്ഞില്ലേ? അമ്മ എന്ത് പറയുന്നുള്ള ടെൻഷൻ അമ്മൂന്. അത് വിളിച്ചു പറഞ്ഞല്ലേ, പിന്നെന്തിനാ അതോർത്ത് ഇനി ഒരു ടെൻഷൻ? ഇനി ചോദിക്കാതെയും പറയാതെയും പോകാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ശീലങ്ങളല്ല. അത് പിന്നെ അമ്മേ, സ്വാതിയുടെ പിന്നാലെ ഞങ്ങളൊന്ന് പോയതല്ലേ. ഒരത്യാവശ്യം വന്ന എടുത്തു ചാടി ഓടാന്ന് പറയാം. ഇതിപ്പോ അങ്ങനെയാണോ? ആദ്യം ശ്രീകുട്ടി പോയി, അത് കഴിഞ്ഞ് സഞ്ജുവും അമ്മുവും രാജുവും ഒന്നും പറയാതെ ഇവിടുന്ന് പോയി. പറയാതെ പോയത് പോട്ടെ, ഒരു രാത്രി അവിടെ കഴിയേണ്ട എന്ത് കാര്യമുള്ള? അതമ്മ സ്വാതിയോട് ചോദിക്ക്. സ്വാതി ആ പിറ്റേന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ. അമ്മു, നീ ഒന്ന് വന്നേ, വാ. അമ്മയോട് പറയാതെ നിങ്ങൾ മൂന്നുപേരും വന്നേന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ശരിക്കും സഞ്ജു ആണ് എന്റെ പിന്നാലെ വരാൻ താല്പര്യം കാണിച്ചത്, അതോ അമ്മു? നീ തച്ചിലടത്തേക്കാ പോയതെന്ന് അമ്മു എന്നോടൊന്ന് പറഞ്ഞു. കൂടെ അന്നേരം രാജു ഉണ്ടായിരുന്നു. എന്നാ നമുക്ക് എല്ലാവർക്കും പോകാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ശരി. പറയുന്ന കാര്യങ്ങള് മാറിപ്പോവാതിരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഗർഭിണിയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? അപ്പോ നീ പ്രഗ്നന്റ് അല്ലേ? അല്ല. അപ്പൊ അവിടെ നീ തലകറങ്ങി വീണത്? ഗർഭിണിയായവര് മാത്രാണോ തലകറങ്ങി വീഴുന്നത്? പ്രതീക്ഷിച്ചു. സാറിന് സങ്കടായോ? ഏയ്, സാരമില്ല. സാറിന് വിഷമായിന്ന് എനിക്ക് മനസ്സിലായി. സാറ് എന്നോട് ക്ഷമിക്കണം. കുറച്ചു സമയം മുമ്പ് സാറൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ അത് സാറിനെ ഇത്രയേറെ വിഷമിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പാർവതിക്ക് അറിയാലോ, ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാർവതി അമ്മയാവാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കാനാ. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുമ്പോഴാ പാർവതി തലയിറങ്ങി വീഴുന്നത്. അപ്പോ പെട്ടെന്ന് അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായി ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ഇതൊന്നുമല്ല. പാർവതിക്ക് ക്ഷീണമുണ്ടായതാണെന്ന് സുശീലാന്റി പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പാർവതിയും മറിച്ചൊന്നും പറഞ്ഞുമില്ല. ഞാൻ അത്രയ്ക്ക് ഗൗരവത്തോടെ ചിന്തിച്ചില്ല സാർ. സാരമില്ല, ലീവ് ഇറ്റ്. എനിക്കിപ്പോ വിഷമമൊന്നുമില്ല. സാറ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? പെട്ടെന്ന് ഒരമ്മയാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സാറ് സ്വപ്നത്തിൽ കണ്ടതുപോലെ ദേവമ്മ നമ്മുടെ മകളായി പുനർജനിക്കുന്നത് കാത്തിരിക്കുക ഞാനും. സാറ് സമാധാനിക്കുക. അധികം വൈകാതെ തന്നെ സാറ് മനസ്സിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഉദയന്നൂരമ്മ നമ്മളെ അനുഗ്രഹിക്കും. എന്റെ പൊന്നു പാർവതി, നീ ഇനി എന്നെ ഇതുപോലെ പറ്റിക്കരുത് കേട്ടോ. ഇല്ല സർ, ഇനി ഇതുപോലൊരു തമാശ ഞാൻ കാണിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും ആവണം പാർവതി. ഞാനും നീയും നമ്മുടെ കുഞ്ഞും
എന്ത് രസമായിരിക്കും ആ ലൈഫ്. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ വിശാൽ സാറിനെ ഞാൻ എവിടേക്കും വിടില്ല. ഗർഭിണിയായി ഇരിക്കുമ്പോൾ വിശാൽ സാറ് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണം. ഗർഭിണിയായിരിക്കുമ്പോൾ മാത്രമല്ല, പ്രസവ സമയത്തും ഞാൻ കൂടെ ഉണ്ടാവും. ശരിക്കും? അതേടോ, ഞാൻ കൂടെ ഉണ്ടാവും. പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും നിരവധി ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്താ, ഞാൻ കൂടെ വേണ്ടേ? പിന്നെ വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതിയുടെ സാരി ഉടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നിന്ന വിശാൽ ഇവിടെ കയറി വരുമ്പോ തിരിഞ്ഞു നിൽക്കുന്നത് പാർവതിയാണെന്ന് കരുതി അവൻ എന്നെ കെട്ടിപ്പിടിക്കും. അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ മതി. പിന്നീട് ഞാൻ അവനെ എന്നിലേക്ക് അടുപ്പിച്ചോളാം. വിശാൽ, അയ്യോ, സോറി സോറി ജാസ്മിൻ, ഞാൻ കരുതി പാർവതി ആയിരിക്കുന്നു. അതാ ഞാൻ സോറി, ഐ എം റിയലി സോറി. അറിയാതെ പറ്റിപ്പോയതാ. അതിനെന്താ വിശാൽ, ഇറ്റ്സ് ഓക്കെ. ഇതിനൊക്കെ എന്തിനാ സോറി പറയുന്നേ? അല്ല, നീ ഈ സാരി ഉടുത്തതുകൊണ്ടാ എനിക്ക് ഈ അബദ്ധം പറ്റിപ്പോയത്. നീ എന്തിനാ പാർവതിയുടെ സാരി എടുത്ത് കൊടുത്തത്? അത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാ ഈ സാരി എടുത്തു കൊടുത്തത്. ശരി ശരി, എന്റെ കാര്യം കഴിഞ്ഞു. ഇനി എന്തിനാ ഇതും ചുറ്റി നിൽക്കുന്നത്? ഇവളെന്താ എന്റെ സാരിയും പിടിച്ച് ആലോചിച്ച് നിൽക്കുന്ന? ജാസ്മിൻ, നീ വന്നോ? നീ എന്താ എന്റെ സാരി എടുത്ത് വെച്ചിരിക്കുന്ന? പാർവതി, ഈ സാരി നീ ടെറസില് വിരിച്ചിട്ടിരിക്കല്ലായിരുന്നോ? ടെറസിലും? എന്നാലേ നീ ഇത് ടെറസിൽ വിരിച്ചിട്ടിരിക്കായിരുന്നു. അവിടെ നിന്ന് ഇത് കാറ്റടിച്ച് പറന്ന് എന്റെ മുറിയുടെ ബാൽക്കണിയിലാ വന്ന് വീണത്. അതിന് ടെറസിൽ ഈ സാരി വിരിച്ചിട്ടിരിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ. പിന്നെങ്ങനെ ഇതെന്റെ മുറിയുടെ മുന്നിൽ വന്ന് വീഴുന്നേ? നീ ഇത് തരാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? എങ്കിൽ പിന്നെ ഇങ്ങ് തന്നേക്കൂ. ഇത് നിനക്ക് തരാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഒരു രസകരമായ കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സവോള 100 kg, 100 കിലോ ആയപ്പോൾ ഹോൾസെയിൽ വില. ആഹാ, പച്ചക്കറി കടയിൽ കണക്ക് നോക്കുകയാണോ? ഞാനിന്ന് പിന്നെ വരാം, ഇത് നടക്കട്ടെ. എന്താ കാര്യം പറ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു. കുഴപ്പമില്ല, കണക്ക് നോക്കൽ നടക്കട്ടെ, പിന്നെ സംസാരിക്കാം. ഏയ് സാരമില്ല, എന്താന്ന് പറ. നാളെ മ്യൂസിക് ഷോയുടെ ഫൈനലല്ലേ? നമുക്ക് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും അമൃതേടത്തെയും ഒന്ന് ക്ഷണിക്കണ്ടേ? നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ പാട്ട് കേൾക്കാൻ ഉണ്ടാവുന്നത് നമുക്കൊരു സന്തോഷല്ലേ? അത് സന്തോഷമുള്ള കാര്യ. പക്ഷെ നാളെയാണ് ഫൈനൽ റൗണ്ട്. വെറുതെ അമ്മയുടെ മുമ്പിൽ പോയി ഉള്ള മൂട് കൂടി കളയണോ? ആലോചിക്ക്. അല്ലെങ്കിൽ തന്നെ ശ്യാമ പാടു എന്ന് പോലും സമ്മതിക്കാത്ത ആളാ എന്റെ അമ്മ. അപ്പോഴാ പാട്ട് കേൾക്കാൻ ഫ്ലോറിലേക്ക് വരണ. തനിക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനെയും അമൃതയെടുത്തെയും ആദിയേട്ടനെയും അരുണേട്ടനെയും എല്ലാം ഫോണിൽ വിളിച്ചു പറയാം. അത് മതി. അല്ലാതെ അവിടേക്ക് പോയി വെറുതെ കുത്തുവാക്ക് കേട്ട് ഉള്ള സന്തോഷം കൂടി കളയണ്ട. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. മോളെ, നിന്റെ പെർഫോമൻസ് എല്ലാം ഇതുവരെ ടിവിയിൽ കൂടെ കാണാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഇനി അത് പോരാ, ഫൈനൽ റൗണ്ട് പെർഫോമൻസ് നേരിട്ട് തന്നെ കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. അച്ഛാ, ഞാനതിനെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. വെറുതെ ഓരോരുത്തരെ വിളിച്ച് നീ സമയം കളയണ്ട. ആ സമയം കൂടെ ഫൈനലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും. അതാ നല്ലത്. ശരി അച്ഛാ. ഫൈനലിൽ മോള് തന്നെ വിജയിക്കും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത്. അച്ഛന്റെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായാൽ മതി. അതെപ്പോഴും മോൾക്കുണ്ടാവും. മോള് വിജയിക്കുന്നത് എനിക്ക് നേരിട്ട് തന്നെ കാണണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹം. താങ്ക് യു അച്ഛാ. അച്ഛൻ കൂടെയുള്ളപ്പോ എനിക്ക് ധൈര്യം കൂടും. ആദ്യേട്ടനും അമൃതേടത്തെയും അരുണേട്ടനും ഒക്കെ വരുമെന്നറിയാം. അവരെ ഞാൻ വിളിക്കുന്നുണ്ട്. ശ്രീകുട്ടിയെ കൂടെ കൊണ്ടുവരണേ അച്ഛാ. പിന്നെന്താ അച്ഛാ, അമ്മയെ ഞാൻ വിളിച്ച അമ്മ വരുമോ? നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. ശരി അച്ഛാ. പിന്നെ ഐശ്വര്യ അവിടെ മ്യൂസിക് ഷോ നടക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതാ. ആ, ചെറിയ പ്രശ്നമുണ്ടായി. പക്ഷെ അതൊന്നും കാര്യാക്കാനില്ല. ചെറിയ പ്രശ്നമൊന്നുമല്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും ഫൈനൽ റൗണ്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. ശ്യാമ ജയിക്കട്ടെ. പാട്ടിന്റെ പേരിൽ ശ്യാമയെ അംഗീകരിക്കാത്തവരോടും വേദനിപ്പിച്ചവരോടൊക്കെ എന്നിട്ട് വേണം എനിക്കൊന്ന് പകരം ചോദിക്കാൻ. അച്ഛാ, അച്ഛൻ അതിനൊന്നും പകരം ചോദിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛന്റെ അനുഗ്രഹം മാത്രം എനിക്ക് മതി. ശരി മോളെ, അപ്പൊ നമുക്ക് റിയാലിറ്റി ഷോ സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ? ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒടുവില് അവളുടെ ഒരു പിയുടെ സ്ഥാനമാവും നമ്മുടെ അകിക്ക്. താമസിയാതെ നമ്മുടെ അക്കി ആ ശ്യാമയ്ക്ക് കൊട പിടിച്ച് നടക്കുന്ന രംഗം അമ്മയ്ക്ക് ഈ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരും. ഇവിടെ എങ്ങനെ പ്രതാപത്തില് ജീവിച്ച ചെക്കനാ നമ്മുടെ അക്കി. അമ്മയുടെ പൊന്നു മോനായിട്ട് അവൾ ഇപ്പൊ തന്നെ അവൻ ഇത്രയ്ക്കങ്ങ് മാറ്റിയെടുത്തില്ലേ. ഒക്കെ നമ്മുടെ അക്കിയുടെ വിധിന് സമാധാനിക്കാം, അല്ലേ അമ്മേ? എനിക്ക് അങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ഞാൻ അവന്റെ അമ്മയാ. എന്നാലേ അതിന് വേണ്ടത് ഇപ്പോഴേ അമ്മ ചെയ്യണം. മുളയിലേ നുള്ളാൻ പറ്റിയില്ല, ഇപ്പോ പടർന്ന് പന്തലിച്ചു. അപ്പോ ആ മരക്കൊമ്പുകള് മുറിച്ചു മാറ്റേണ്ടി വരും. ചിലപ്പോ മൂടോടെ പിഴുതങ്ങ് എറിയേണ്ടി വരും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ശ്യാമയെ തോൽപ്പിക്കണം.
അങ്ങനെ അവളെ ജയിച്ചാ പറ്റില്ല. അതാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അതിനി അധികം സമയമില്ല. അതിനുള്ള വർക്ക് ഇപ്പൊ തന്നെ തുടങ്ങണം. മ്യൂസിക് മെഗാ ഷോ എന്ന് പറഞ്ഞാ നിസ്സാര കാര്യമല്ല. എന്ത് ഷോ ആയാലും എന്റെ അഖിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. ആ മ്യൂസിക് ഷോ നിർത്തിവയ്പ്പിക്കേണ്ടി വന്നാ അത് ഞാൻ ചെയ്യും. അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. ഫൈനലില് ശ്യാമയും മാനസയും മാത്രം മത്സരിക്കുന്നത്. അതില് മാനസ ജയിക്കണം. ശ്യാമയ്ക്ക് ഫ്ലോറിൽ കയറാൻ പോലും പറ്റരുത്. കേറിയാ തന്നെ ശ്യാമയ്ക്ക് പെർഫോം ചെയ്യാനാവരുത്. ലൈവ് ഷോയാ. അവളുടെ കാലിടറണം. പാടാനാവാതെ ഈ ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കണം. അതിന് അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതാലോചിക്കേ. അമ്മയ്ക്കറിയാലോ, കഴിഞ്ഞ റൗണ്ടിലും ശ്യാമയെ മ്യൂസിക് ഫ്ലോറിൽ തളർത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. അത് എനിക്ക് തന്നെ തിരിച്ചടിയായി. പോലീസിന്റെ പിടിയിലായി. ആകെ നാണക്കേടായി. ഇനി ഒരു പിഴവും ഉണ്ടാവാൻ പാടില്ലമ്മേ. ശ്യാമ മ്യൂസിക് ഫ്ലോറിൽ തകർന്നടിയണം. അതിന് അമ്മയ്ക്ക് കഴിയും. അമ്മയ്ക്കേ അതിന് കഴിയൂ. ശരിയാ, ഐശ്വര്യ പറഞ്ഞത് ശരിയാ. ഇനി സമയമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശ്യാമയ മ്യൂസിക് ഫ്ലോറിൽ മറ്റുള്ളവരുടെ മുന്നിൽ തകർന്ന് നിൽക്കുന്നത് എനിക്ക് കാണണം. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. വസുന്ധരയാ പറയുന്നത്. ഞാനത് നടത്തിയിരിക്കും. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറ വലിച്ചി, എന്തിനാ വേണ്ടൂട്ടാ കാണാൻ വന്നത്? പറ, എന്തെങ്കിലും കുഴപ്പമാണോ അവിടെ? കുഴപ്പമാണോ എന്ന് ചോദിച്ചാ പ്രത്യക്ഷത്തിലല്ല. പക്ഷേ അതില് വലിയൊരു കുഴപ്പമുണ്ട്. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അത് തൃപ്പങ്ങോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പൗർണമി ഉത്സവത്തിന് അങ്ങോട്ട് ചെല്ലണമെന്നാ വേണുവേട്ടൻ പറയുന്നത്. ഞാൻ തന്നെ പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തണമെന്നും നിർബന്ധം പറയുന്നു. എന്നിട്ട് ചേച്ചി എന്ത് തീരുമാനിച്ചു? തൃപ്പങ്ങോട്ടേക്ക് പോണോന്നാണോ വേണ്ടെന്നാണോ? ഞാൻ എങ്ങനെ അവിടെ ചെല്ലും മോളെ? ഇപ്പോഴും പകയുള്ള പാമ്പ് പോലെ മേഘനാഥൻ ജീവിച്ചിരിക്കുന്ന മണ്ണാ അത്. അവിടേക്ക് എന്ത് പേരും എന്ത് മുഖവും വെച്ച് ചെല്ലും ഞാൻ. ഇത്രയും നാള് ഒളിച്ച് ജീവിച്ചത് എന്തിനാണെന്ന് നിനക്കും അറിയാത്തതൊന്നും അല്ലല്ലോ, ആണോ? അറിയാം, സമ്മതിക്കുന്നു. പക്ഷേ ഉടവാൾ പൂജ നടത്തുക എന്ന് പറയുമ്പോ അത് തൃപ്പങ്ങോട്ടെ പെൺമക്കൾ തന്നെ ചെയ്യേണ്ടതല്ലേ? സുഭദ്രേച്ചി പോയി. ഇനി രാധചേച്ചി തന്നെയല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ മക്കളിൽ ആർക്കെങ്കിലും അല്ലാതെ മറ്റാർക്കെങ്കിലും ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നുവെച്ചാ കുഞ്ഞോൾ എന്താ ഈ പറയുന്നേ? ഞാൻ വീണ്ടും തൃപ്പങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലണമെന്നാണോ? മേഘനാഥൻ തൃപ്പങ്ങോട്ടുണ്ടെന്നതാണ് വല്യച്ചയുടെ ഭയം. യഥാർത്ഥത്തിൽ അയാൾ ഈ നാട്ടിലാ ഉള്ളത്. നാഥൻ സാർ എന്ന പേരിൽ ശരിക്കും ഈ മണ്ണിലാണ് വല്യച്ചി സുരക്ഷിതയല്ലാത്തത്. പറ മോളെ, എന്താ നിന്റെ മനസ്സില്? തുറന്നു പറ നീ. ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോണോന്നാണ് എന്റെ അഭിപ്രായം. പോയാൽ മാത്രം പോരാ, പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തുകയും വേണം, പാരമ്പര്യ രീതിയിൽ തന്നെ. കാരണം നമ്മൾ എല്ലാവരും ഭയക്കുന്ന മേഘനാഥൻ ഇപ്പൊ തൃപ്പങ്ങോട്ടില്ല. ഉള്ളത് ഈ നാട്ടിലാ. ഈ നാട്ടിലോ? ഈ നാട്ടിലെവിടെ? നീ കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടെങ്കിൽ എപ്പോ?
ഡീ, ചോദിച്ചത് കേട്ടില്ലേ നീ? മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ലെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന്? പറ കുഞ്ഞോളെ. അന്ന് അമ്പലത്തിൽ കണ്ടതല്ലാതെ പിന്നീട് എപ്പോഴെങ്കിലും നീ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് തുറന്നു പറയ്, കേൾക്കട്ടെ ഞാൻ. തൊട്ടു തൊട്ടില്ല എന്ന മട്ടില് വല്യേച്ചി കാണാതെ പോയ നാഥൻ സാറാണ് മേഘനാഥൻ എന്ന് തുറന്നു പറയണോ? ഇപ്പോ പലവട്ടം ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറയണോ? പറ മോളെ, നീ മേഘനാഥനെ വീണ്ടും കണ്ടിട്ടുണ്ടോ? എന്താ ഈ ആലോചിക്കുന്നത്? കണ്ടെങ്കിൽ തുറന്നു പറ നീ. ഇല്ല, കണ്ടിട്ടില്ല. ഹോ, ഞാൻ ഓർത്തു നീ വീണ്ടും അയാളെ. അന്ന് അമ്പലത്തിൽ വെച്ച് വല്യേച്ചി കണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് അയാൾ ഇവിടെ തന്നെ ഇപ്പോഴും കാണൂന്നാ. അപ്പൊ പിന്നെ എന്തുകൊണ്ടും വല്യേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോകുന്നതല്ലേ നല്ലത്? വല്യേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നു എന്നറിഞ്ഞ അയാള് വരും മോളെ. മുറിവേറ്റ മൃഗത്തിന്റെ രക്തഗന്ധമേറ്റ് വേട്ടനായെ പോലെ അയാള് വരും, എനിക്കുറപ്പാ. അഞ്ജലി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ ഒരു മകന്റെ വില എന്താന്ന് അറിയാം നിനക്കല്ലേ? അങ്ങനെയെങ്കിൽ വഴി പിഴച്ചുപോയ മകനെ ഓർത്തുള്ള അമ്മയുടെ ദുഃഖവും നിനക്ക് മനസ്സിലാവണമല്ലോ. ഈ മകൻ സ്വയം വഴി പിഴച്ചതല്ല, അമ്മ തന്നെ വിഷം കുത്തിവെച്ച് വഴി പിഴപ്പിച്ചതാ. അതുകൊണ്ടാ ആ അമ്മയുടെ കപട ദുഃഖത്തിന് ഞാൻ വില തരാത്തത്. നീ ഇനി എന്ത് ന്യായം പറഞ്ഞാലും ഇപ്പൊ എനിക്ക് തൃപ്തിയാ തോന്നുന്നത്. പെറ്റമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പോലും വിഷമമില്ലാത്തവൻ നഷ്ടപ്പെട്ടു പോയ സ്വന്തം മകനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടല്ലോ. എനിക്ക് സന്തോഷായി. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ മേഘ, ഒരിക്കലും നിന്റെ മകനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. ഒരിക്കലും. കാരണം സുഭദ്ര ഒരിക്കലും രാധയെ നിനക്ക് കിട്ടാൻ സമ്മതിക്കില്ല. അതെനിക്ക് ഉറപ്പാ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, സുഭദ്ര തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചോ. ഏതൊരു ജീവിക്കും സ്വന്തം ജീവനോളം വലുതല്ല മറ്റൊന്നും. സുഭദ്രയുടെ ജീവനെടുത്തവനാ നീ. ആ പക നീ നാക്കിലേലെ എള്ളും പൂവും കൂട്ടി ചോറുള്ള നീട്ടിയാലൊന്നും തീരില്ല. കുരുതി നടത്തണം, കുരുതി. എന്താ, അത് നടത്താൻ പറ്റുമോ നിന്നെക്കൊണ്ട്? സ്വന്തം കൊലയാളിയുടെ രക്തം സുഭദ്രയുടെ കാൽച്ചുവട്ടിൽ വീഴ്ചാലേ അവൾ പ്രസാദിക്കൂ. പറ്റുമോ നിന്നെക്കൊണ്ട്? പറ മേഘനാഥ, പറ്റുമോ നിന്നെക്കൊണ്ട്? നീയാ സുഭദ്രയുടെ കൊലയാളി. നിന്റെ കഴുത്തറുത്ത് അവളുടെ മുൻപിൽ രക്തബലി അർപ്പിക്കാൻ നീ തയ്യാറാണോ? സ്വന്തം തലയെറുത്ത് ഈ ചിത്രത്തിന് കീഴിൽ വെക്കാൻ? എങ്കിലേ നിനക്ക് രാധയെ കിട്ടൂ, നിന്റെ മകനെ കിട്ടൂ. അല്ലാതെ നീ ചെയ്ത ബലിയൊക്കെ വെറുതെയാ, വെറും വേസ്റ്റ്. സോറി ഭവാനിയമ്മേ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. സുഭദ്രയുടെ മരണം നടന്നെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഞാനായിരുന്നില്ല. ഞാൻ വെറും ഒരായുധം മാത്രമായിരുന്നില്ലേ? മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം പോലെ. മനസ്സിലായില്ല. എന്നെ വെറും ചക്രായുധമാക്കി മാറ്റി സുഭദ്രയെ ഇല്ലാതാക്കിയ മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടേതായിരുന്നു. എന്റെ കല്യാണം ഉൾപ്പെടെ. അതുകൊണ്ട് തന്റെ കൊലയാളിയുടെ രക്തം മാത്രമേ സുഭദ്രയെ പ്രസാദിപ്പിക്കുകയുള്ളൂ എങ്കിൽ, രാധയെ എനിക്ക് കിട്ടുകയുള്ളൂ എങ്കിൽ ആ കർമ്മം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഈ കഴുത്തറുത്ത് ഈ ചിത്രത്തിന് മുന്നിൽ വയ്ക്കാൻ. വെറും വാക്ക് പറയുകയല്ല മേഘൻ, പറയുന്നത് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ എന്റെയും രാധയുടെയും വിവാഹത്തിന്റെ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാൻ തൽക്കാലം പ്രാർത്ഥിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഈ മേഘനാഥൻ പറഞ്ഞത് നാളെ ഈ മേഘനാഥൻ ചെയ്തിരിക്കും. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്ര തന്നെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി അല്ലേ? അതെ, ഞാൻ ജ്യോത്സ്യർ ജ്യോതിഷരത്നം ഡോക്ടർ ശർമ്മ. ആഹാ, ഓ രത്നമാണല്ലേ? ഏത് രത്ന? പവിഴോ അതോ ഇന്ദ്രനീലോ? ആ, ഡോക്ടർ എന്നും പറഞ്ഞു. MD എടുത്തിരിക്കുന്നത് ഏതിലാ? പീഡിയാട്രീഷ്യനോ, ഓർത്തോയോ അതോ ഗൈനക്കോളജിയോ? കുട്ടി തമാശക്കാരിയാണല്ലേ? വരൂ. മകം പിറന്ന മങ്കയും വിശാഖം പിറന്ന പുരുഷനും. ഗജകേസരി യോഗമല്ല, മഹാമാളവിക യോഗവുമല്ല. ഇതിനു പറയുന്നത് രാജയോഗമെന്നാ. രാജയോഗം. രാജയോഗം. പൊരുത്തം നോക്കൂ ജോത്സരെ. നോക്കാം നോക്കാം. പത്തിൽ 9 പൊരുത്തം. ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിച്ച സൗഭാഗ്യം മാത്രമുള്ള ജാതകക്കാരാ. മകം പിറന്ന പെണ്ണിന്റെ കഴുത്തിലെ മാംഗല്യം ചാർത്തുന്ന പുരുഷൻ സർവത്ര ഭാഗ്യവാനാ. ജാതകവശാലി കല്യാണം നടക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു കുഴപ്പമില്ല. ശുദ്ധ ജാതകങ്ങളല്ലേ? ഈ കല്യാണം കൊണ്ട് അനുഗ്രഹീതമാകാൻ പോകുന്നത് ഇവർ മാത്രമല്ല, ഇരു കുടുംബങ്ങളുമാ. വരന്റെ വീട്ടുകാർക്കാണ് വധുവിന്റെ വീട്ടുകാരേക്കാൾ ഭാഗ്യം. അത് പിന്നെ 100% സത്യമാണല്ലോ. പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെയായി ഈ മാലതിയുടെ വീട്ടുകാർക്ക്. രൂപയും സ്വർണ്ണവും ചില്ലറ വല്ലതുമാണ് പോകാൻ പോകുന്നത്. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. ദീർഘപൊരുത്തമുള്ളവരായി വളരെ സന്തോഷത്തോടെ ഈ വൈശാഖും മീനാക്ഷിയും ജീവിക്കും. സംശയമില്ല. അതിന് കല്യാണം നടന്നിട്ട് വേണ്ടേ? ഇവിടുന്ന് കിട്ടി ഈ പാഴ് ജോത്സരെ മലവാഴ. എൻഗേജ്മെന്റിന്റെ സമയം കുറിക്കു ജോത്സരെ, വേഗം. ആ, കുറിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾക്ക് പണം കിട്ടിയ പോരെ? നിശ്ചയത്തിന് മുമ്പ് ആ പണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 1 കോടി.
ഒരു വല്ലാത്ത ട്രാപ്പിലാണല്ലോ ദൈവമേ ഞാൻ ചെന്ന് പെട്ടത്. ഏത് നേരത്താണോ ഞാൻ അവനെ സഹായിക്കാന്ന് പറഞ്ഞത്? വല്ലാത്തൊരു കുരുക്കായിപ്പോയി. മീനാക്ഷി, എന്തു പറ്റി നിനക്ക്? എന്തു പറ്റാൻ? എനിക്കൊന്നുമില്ല. അതല്ല, നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം നിനക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. ഏയ്, എനിക്കൊരു ടെൻഷനും ഇല്ല. ACPയോട് ഉണ്ടായ സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാലോ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അത് മനസ്സിലാക്കുന്നവനാ ACP. പക്ഷെ പറഞ്ഞ ഒരുത്തനെ കാലുവാരിയല്ലേ? അത് ശരിയല്ല, അത് വേണ്ട. മീനാക്ഷി, നിന്റെ മനസ്സിന് വല്ലാത്ത പിരിമുറുക്കമുണ്ട്. നീ നുണ പറയുക. നിനക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ടെൻഷനുണ്ട്. പറയ, എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തുറന്ന് പറയ. ഒന്നുമില്ല ACP. വൈശാഖിന്റെ അച്ഛനമ്മയെ ഓർത്താണോ? അവർക്ക് പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണോ നിനക്ക് ഈ ടെൻഷൻ? ആ മന്മഥനും ഇല്ല, അയാളുടെ ഭാര്യയ്ക്കും ഇല്ല കൾച്ചർ. അവര് സംസ്കാരശൂന്യര, അതിൽ ഒരു സംശയമില്ല. പക്ഷേ നീ നിന്നെ സ്നേഹിക്കുന്നവനെ ഓർത്താ മതി, വൈശാഖിനെ. നോൺസെൻസ്. എന്താ മീനാക്ഷി? ആ അലബലാദികളെ ഓർത്തൊന്നും അല്ല ACP എന്റെ ടെൻഷൻ. പിന്നെ? ഓ, ഇപ്പൊ മനസ്സിലായി. ജയറാമങ്ങളുടെ ഓർത്തായിരിക്കും. നിന്റെ അച്ഛനെ ഓർത്ത്. കല്യാണത്തിന് ജയറാമങ്ങളിനെ ഇവിടെ കൊണ്ടുവരാന്ന് വെച്ചാ അത് നടക്കില്ല. മുത്തശ്ശി അനുവദിക്കില്ല. പക്ഷേ നിന്നെ ഞാൻ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോവാം. അവിടെ വെച്ച് ദക്ഷിണ കൊടുത്ത് അച്ഛൻ്റെ അനുഗ്രഹം നീ വാങ്ങിയാ മതി. വിഷമിക്കാതെ മീനാക്ഷി. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന ജയറാം അങ്കിളിനെ കുറ്റവിമുക്തനാക്കി ഞാൻ കൊണ്ടുവരും പുറത്ത്. തീർച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.